ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അടിപൊളി മാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ 4 മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം മാങ്ങ കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതാ കണ്ടോ, അങ്ങനെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ ഒരു 2 പച്ചമുളക്, ഒരു ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കൂടി എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിന് ശേഷം ഈ പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ സ്മെല്ല് മാറി വരുമ്പോൾ ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, ചെറിയ ടീസ്പൂണാണ്, ചെറിയ ടീസ്പൂൺ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് സ്മെല്ലൊക്കെ മാറി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടിൻ്റെ കൂടെ ഞാൻ കുറച്ച് നല്ല ജീരകവും ഉലുവയും കൂടി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ രണ്ടും കൂടി മിക്സാക്കി പൊടിച്ചെടുത്തതാണ്. കടുക് എടുത്തിട്ടില്ല, അപ്പം കടുക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് കടുക് എടുത്തിട്ടില്ല. അപ്പോൾ ഈ പൊടി നന്നായിട്ട് ഒന്ന് സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ നമുക്ക് മാങ്ങ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാവുമ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കുഞ്ഞു പീസ് മാങ്ങയിലും പിടിക്കണം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട്, ഇപ്പം നല്ല ഉപ്പ് വേണ്ടവരാണെങ്കിൽ അച്ചാറിന് അങ്ങനെ ഉപ്പിടാം. ഞാനിപ്പം കുറച്ചൊരു 2 ടീസ്പൂൺ ഉപ്പേ ഇടാറുള്ളൂ. അപ്പോൾ പുളിയാണ് അധികം ഉണ്ടാവുക, പിന്നെ അതുകൊണ്ട് തന്നെ ഉപ്പ് പിന്നെ അധികം അങ്ങനെ ഇടാറില്ല. അപ്പം നിങ്ങളുടെ പാകത്തിന് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത്, അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉപ്പ് കൂടുതൽ കുറവൊക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങളത് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ബാക്കി മാറ്റി വെച്ചിട്ടുള്ള 2 ടീസ്പൂൺ മുളക് പൊടിയും ഉലുവ ജീരകം മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി കിടിലൻ മാങ്ങ അച്ചാർ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ, സീ യു.